തന്നിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകളാകാൻ സാധ്യതയില്ലാത്തത് ഏത്? അതിന് ഇത് നമ്മൾ പഠിച്ചിരിക്കണം. ഒരു ത്രികോണത്തിൻ്റെ ചെറിയ രണ്ട് വശങ്ങളുടെ തുക എല്ലായ്പ്പോഴും വലിയ വശത്തിൻ്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കും. ചെറിയ വശം അത് മനക്കണക്കായിട്ട് നമുക്ക് നോക്കാം. 2, 3, 4 2, 3, 5 ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളതാണ്. ഇവിടെ 3, 4, 7 5-നേക്കാൾ കൂടുതലാണ്. വലിയ വശത്തേക്കാൾ കൂടുതലാണ് ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ. ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയില്ലാത്തതാണ് ചോദിച്ചത്. 1, 2, 3 3 തുല്യമാണ് ഇവിടെ വന്നേക്കുന്നത്. അടുത്തത് നോക്കാം. ഇത് തുല്യം വരുന്നത് സമഭുജ ത്രികോണം വരും. ഇവിടെ 1, 2 ഇതിന് അതിന് കൊണ്ടുകൂടെ കൂട്ടുമ്പോൾ ഇതിന് തുല്യമാണ്. അപ്പം ഓപ്ഷൻ സി ആണ് ഉത്തരം. തുല്യമായിട്ട് വരാൻ പാടില്ല. എപ്പോഴും വലിയ വശത്തിൻ്റെ നീളത്തേക്കാൾ കൂടുതലായിട്ട് വരണം. ഇവിടെ 3 3 3 സമഭുജ ത്രികോണം, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ളതിന് സമഭുജ ത്രികോണം എന്ന് പറയുന്നു. ഒരു ത്രികോണത്തിൻ്റെ ചെറിയ രണ്ട് വശങ്ങളുടെ തുക എല്ലായ്പ്പോഴും വലിയ വശത്തിൻ്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കും.